ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്ന ജാതകരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയത്തിൽ താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകം നോക്കാം. മൂലേ മാനി ധനവാൻ സുഖി നഹിംസ്ര സ്ഥിര ഭോഗി ച ഭവതി. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ അർത്ഥം ഓരോ വാക്കുകളുടെയും നോക്കുമ്പോൾ മാനി, മാനത്തോടു കൂടിയവൻ, അതായത് മാനമുള്ളവൻ. സുഖി, സുഖിമാൻ, അതായത് മനോവ്യത ഇല്ലാത്തവൻ. നഹിംസ്രൻ, ഹിംസ ചെയ്യാത്തവൻ, അതായത് സൗമ്യ പ്രകൃതി. സ്ഥിരൻ, സ്ഥിരതയോട് കൂടിയവൻ. ഭോഗി, സുഖിമാൻ. ഈ അർത്ഥഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ മൂലം നക്ഷത്രത്തിൻ നാളിൽ ജനിച്ചവൻ മാനിയായും ധനവാനായും മനോദുഃഖങ്ങൾ ഇല്ലാത്തവനും സൗമ്യപ്രകൃതിയും സ്ഥിരതയുള്ളവനും സുഖിമാനും ആയിരിക്കും. ഇതാണ് ആ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥമായി വരുന്നത്. അടുത്തത് നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം നോക്കാം. മൂലരോഗി, മൂലനാശി, ബ്രഹ്മഘ്ന, പശുകൃൽ സദാ, സദാരോഷി, മതോന്മത്തോ, മൂലാദൗ ജായത്തെ നര. ഇതാണ് 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ മൂലരോഗി, മൂലരോഗം ഉള്ളവൻ, അതായത് അർശസ് എന്ന രോഗമുള്ളവൻ. മൂലനാശി, ജനിച്ച വീടിനെ, അതായത് തറവാടിനെ നശിപ്പിക്കുന്നവൻ. ബ്രഹ്മഘ്ന, ബ്രഹ്മദ്വേഷി. പശുഹൃത്, പശുക്കളെ ഉണ്ടാക്കുന്നവൻ. രോഷി, കോപമുള്ളവൻ. മതോന്മത്തൻ, മദ്യപാനം തുടങ്ങിയവ കൊണ്ട് ഉന്മത്തനായവൻ, ഉന്മത്തൻ, ഭ്രാന്തൻ. നരൻ, പുരുഷൻ. ജായത്തെ, ജനിക്കുന്നു. ഈ അർത്ഥഭാഗങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അർശസ് എന്ന രോഗമുള്ളവനും ജനിച്ച തറവാടിനെ നശിപ്പിക്കുന്നവനും ബ്രഹ്മദ്വേഷിയും എല്ലാ സമയത്തും പശുക്കളെ സമ്പാദിക്കുന്നവനും വലിയ കോപമുള്ളവനും മദ്യപാനം നിമിത്തമായി ഉന്മാദിയായി മാറിയവനും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. പണ്ഡിത, ക്രൂരഗാത്രച്ഛ, വക്രാക്ഷ, സത്യവാചക, ഹൃദ്രോഗി, മതിമാൻ, സാതുർ, ദ്വിതീയാംശേ തു ജായത്തെ. ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് പണ്ഡിതൻ, വിദ്വാൻ, ക്രൂരഗാത്രൻ, ഭയങ്കരമായിരിക്കുന്ന ശരീരത്തോടു കൂടിയവൻ. വക്രാക്ഷൻ, വളഞ്ഞ കണ്ണുകളുള്ളവൻ. സത്യവാചകൻ, സത്യവാദി. ഹൃദ്രോഗി, ഹൃദ്രോഗം ഉള്ളവൻ. മതിമാൻ, ബുദ്ധിമാൻ. സാധു, സത്വൃത്തൻ. നരൻ, പുരുഷൻ. ദ്വിതീയാംശേ, 2-ാം പാദം. ജായത്തെ, ജനിക്കുന്നു. ഈ അർത്ഥഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ വിദ്വാനായവനും ഭയങ്കരമായ ശരീരമുള്ളവനും വളഞ്ഞ കണ്ണുകളുള്ളവനും സത്യവാദിയും ഹൃദ്രോഗമെന്ന രോഗത്തോടു കൂടിയവനും ബുദ്ധിമാനും സദ്വൃത്തനും മൂലം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുന്നു. ഇതാണ് മൂലം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലെ ലക്ഷണ ശ്ലോകത്തിൻ്റെ അർത്ഥമായി വരുന്നത്. അടുത്തത് 3-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ക്ഷുദ്ര കർമ്മരത, കാമി, വിപ്രിയ, പ്രിയദർശന,
ശോകകൃച്ഛോകകർത്താ ച തൃതീയാംശേ തു ജായത്തെ. ഈ ശ്ലോക ഭാഗത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം: ക്ഷുദ്രകർമ്മരതൻ, ക്ഷുദ്രകർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവൻ. കാമി, അധികമായ കാമത്തോട് കൂടിയവൻ. കാമം വിഷയാഗ്രഹം. വിപ്രിയൻ, പ്രിയനോട് കൂടാത്തവൻ, അതായത് ഇഷ്ടജനവുമായി വേർപെട്ടവൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് വേർപെട്ടവൻ. പ്രിയ ദർശനൻ, പ്രീതികരമായ ദർശനത്തോട് കൂടിയവൻ. ശോകകൃച്ഛോക കർത്താവ്, തന്നെ ദുഃഖിപ്പിച്ചവനെ ദുഃഖിപ്പിക്കുന്നവൻ. നരൻ, പുരുഷൻ. തൃതീയാംശം, മൂന്നാം പാദം. ഈ വാക്കുകളുടെ അർത്ഥങ്ങളെ യോജിപ്പിക്കുമ്പോൾ അന്യരെ ദ്രോഹിക്കുന്നതിനു വേണ്ടി അവർക്കെതിരെ ക്ഷുദ്ര കർമ്മങ്ങൾ ചെയ്യുന്നവനും, അധികമായ വിഷയാഗ്രഹത്തോട് കൂടിയവനും, ഇഷ്ടജനത്തോട് അതായത് വേണ്ടപ്പെട്ടവരോട് വേർപെട്ടവനും, പ്രീതികരമായ ദർശനത്തോട് കൂടിയവനും, തന്നെ ദുഃഖിപ്പിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നവനും മൂലം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് നാലാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. ബലിഷ്ഠോ നിപുണ സാധു കണ്ഠരോഗി മഹാമതി ശത്രുതാപി ജിത ക്രോധോ മൂലാന്ത്യേ ജായതേ നര. ഇതാണ് നാലാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം: ബലിഷ്ഠൻ, നല്ല ബലവാൻ, ബലമുള്ളവൻ. നിപുണൻ, സാമർഥ്യമുള്ളവൻ. സാധു, സത്വൃത്തൻ. കണ്ഠരോഗി, കഴുത്തിന് രോഗമുള്ളവൻ. മഹാമതി, വലിയ ബുദ്ധിമാൻ. ശത്രുതാപി, ശത്രുക്കളെ ദുഃഖിപ്പിക്കുന്നവൻ. ജിത ക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ. നരൻ, പുരുഷൻ. ജായതേ, ജനിക്കുന്നു. ഇതിൻ്റെ അർത്ഥഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഏറ്റവും ബലവാനായവനും നല്ല സാമർഥ്യമുള്ളവനും സദ്വൃത്തികൾ ചെയ്യുന്നവനും കഴുത്തിന് രോഗമുള്ളവനും മഹാബുദ്ധിമാനും ശത്രുക്കളെ ദുഃഖിപ്പിക്കുന്നവനും കോപത്തെ ജയിച്ചവനും മൂലം നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ അതായത് നാലാം പാദത്തിൽ ജനിക്കുന്നു. ഈ വിധത്തിൽ ആചാര്യൻ മൂലം നക്ഷത്രത്തിൻ്റെ ലക്ഷണ ശ്ലോകവും നക്ഷത്രത്തിൻ്റെ പാദങ്ങളുടെ ലക്ഷണ ശ്ലോകങ്ങളും പറഞ്ഞിരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894